ഹായ് ഫ്രണ്ട്സ്, ഞാൻ വിൽസൺ പറീസ്. സിംഗിത്തുരേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കൗണ്ടി റോസ്കോമണിലൂടെയാണ്. ഇന്നത്തെ വീഡിയോ റോസ്കോമണെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. ഈ റോസ്കോമൺ ടൗൺ ഒരു ചെറിയ ടൗണാണ്. ഇവിടെ വന്നപ്പോഴാണ് ഭയങ്കര മഴ. ഈ അയർലൻഡിലെ വെതർ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഒരു ദിവസം തന്നെ ചിലപ്പോൾ മഴയും വെയിലും മഞ്ഞും ഒക്കെ ഉണ്ടാവാം. ഇതിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പള്ളി കണ്ടു. ആ പള്ളി കാണാനായിട്ട് നല്ല ഭംഗി തോന്നി. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അതുകൂടാതെ തന്നെ ഞാൻ ഇതിനടുത്ത് തന്നെ ഒരു ഫാം ഉണ്ട്. ആ ഫാം കാണണം. ഇത് കണ്ടിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഈ പള്ളിയുടെ ലാൻഡ്സ്കേപ്പിങ്ങും ഈ പള്ളിയുടെ സ്ട്രക്ചറൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ എലിവേഷനൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതൊക്കെ ഒന്ന് പകർത്താമെന്ന് കരുതിയിട്ടാണ് ഇവിടെ ഇറങ്ങിയത്. എന്തായാലും ഈ പള്ളി തുറക്കുന്ന സമയത്ത് ഈ പള്ളിയെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് കൗണ്ടി റോസ്കോമണിലെ പ്രൈറി ഫാം. ഈ ഫാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിലുണ്ടാക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതാണ് റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫാമിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇത് കൗണ്ടി റോസ്കോമണിലെയാണ് കേട്ടോ, പ്രൈറി ഫാം. കൗണ്ടി റോസ്കോമണിലെ തന്നെ മറ്റൊരു ചെറിയ ടൗണാണിത്. ഈ ടൗൺ ബോയിൽ ടൗണാണ്, ചെറിയൊരു ടൗണാണിത്. നമ്മളിവിടെ വന്നിട്ടുള്ളത് ബോയിൽ ആബെ കാണാനാണ്. ഈ ടൗണിൽ തന്നെയാണ് ബോയിൽ ആബെ ഉള്ളത്. ഇതാണ് ബോയിൽ ആബെ. ഈ ബോയിൽ ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഈ ബോയിൽ ആബെ ഉള്ളത്. ഇത് 12th സെഞ്ചുറിയിലൊരു മൊണാസ്ട്രി ആയിരുന്നു. സിസ്റ്റേഴ്സ് ആൻഡ് സന്യാസ സമൂഹത്തിൻ്റെ അണ്ടറിലായിരുന്നു ഈ ബോയിൽ ആബെ. ആദ്യമായിട്ട് ഇവരുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് 1142-ലാണ്. അത് കൗണ്ടി ലൂത്തിലാണ്. അത് കഴിഞ്ഞൊരു 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഈ ബോയിൽ ആബെ നിർമ്മിച്ചത്. അതായത് 1148-ലാണ് ഈ ബോയിൽ ആബെ നിർമ്മിച്ചിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ അയർലൻഡിലുടനീളം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മൊണാസ്ട്രികൾ ഉണ്ടായിരുന്നു. അത് പലതരത്തിലുള്ള സന്യാസ സമൂഹങ്ങളുടെ കീഴിലായിരുന്നു. ഇവരറിയപ്പെട്ടിരുന്നത് മങ്സുകൾ എന്നാണ്. മങ്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ മങ്സുകൾ പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളായിരുന്നു. ഈ മൊണാസ്ട്രിയുടെ ചുറ്റുമുള്ള കൃഷിസ്ഥലങ്ങളിലാണ് അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ അവർ കൃഷി ചെയ്തുണ്ടാക്കിയിരുന്നത്. അതിൽ കൂടുതൽ പേരും വെജിറ്റേറിയൻസ് ആയിരുന്നു. ഇപ്പോഴീ ആബയുടെ അവസ്ഥ ഇത്തരത്തിലാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ആ കാലഘട്ടത്തിൽ എത്ര ഭംഗിയായിട്ടാണ് അവർ ഈ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതിൻ്റെ ടോപ്പില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫിഫ്റ്റീൻത്ത് സെഞ്ചുറിയിലുണ്ടായ ഒരു വാറിലാണ് ഈ മനോഹരമായ നിർമ്മിതി നശിപ്പിക്കപ്പെട്ടത്. ഇപ്പോഴിത് ഐറിഷ് നാഷണൽ മോണുമെൻ്റ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. ഈ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം തേടിയിട്ട് നിരവധി ആളുകളാണ് ഇത് കാണാനായിട്ട് വരുന്നത്. ഇതാണ് ചീഫ്റ്റൻ സ്റ്റാച്യു. ലോക്കി ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയിലെ റോഡേരിയയിൽ കണ്ട ഒരു സ്റ്റാച്ചു ആണിത്. 500 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരുമായി നടന്ന യുദ്ധത്തിലെ ഐറിഷ് ആർമി ചീഫായിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സ്റ്റാച്ചു ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ ലോക്കിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോക്കി എന്ന് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റിനോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ് ലോക്കി. ടൗണിൽ നിന്നൊക്കെ കുറേ ദൂരം പോന്നിട്ടാണ് ഈ ലോക്കി ഉള്ളത്.
ഇതാണ് കൗണ്ടി റോസ്കോമണിലെ ലോക്കി തടാകം. ആ കാണുന്ന ബോട്ടിൽ കയറിയിട്ട് വേണം നമുക്ക് ആ കാണുന്ന ഒരു ഐലൻഡ് പോലെ കാണുന്നുണ്ടോ, ഈ തടാകത്തിൻ്റെ നടുക്കായിട്ട് അതിലേക്ക് പോകാൻ പറ്റും, ആ ഐലൻഡിലേക്ക്. ബോട്ടിംഗ് കൂടാതെ 850 ഏക്കറോളം പരന്നു കിടക്കുന്ന ഈ ലോക്കി ഫോറസ്റ്റ് പാർക്കിൽ പലതരത്തിലുള്ള ആക്ടിവിറ്റീസുകളുണ്ട്. ഈ ലോക്കിയിൽ വരുന്ന എല്ലാ വിസിറ്റേഴ്സിനും വേണ്ട സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അവര്. ഈ ബോട്ടുകളൊക്കെ ഹയർ ചെയ്തിട്ട് വേണമെങ്കിൽ ഈ തടാകത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. ഈ ഫോറസ്റ്റ് പാർക്കിനോട് ചേർന്ന് തന്നെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അതിൽ ഒന്നാണ് സൈക്ലിങ്, പിന്നെ അതുകൂടാതെ സിപ്പ് ലൈനിങ് ഉണ്ട്, ഹൈക്കിംഗ് ഉണ്ട്, ട്രെക്കിംഗ് ഉണ്ട്, അതുകൂടാതെ ഫോറസ്റ്റ് വാക്കിംഗ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ആക്ടിവിറ്റീസുകളുണ്ട്. ഇതിനകത്ത് താമസ സൗകര്യങ്ങളോട് കൂടിയ ഒരു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് കാണാം. ഇത് നല്ലൊരു ഫാമിലി ഹോളിഡേ പ്ലേസ് ആണ്. ലോക്കി വിസിറ്റേഴ്സ് സെന്ററിലെ ഒരു പഴയകാലത്തെ ചർച്ചാണിത്. അതിൻ്റെ മുന്നിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇവിടെ വലിയൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഇവിടെ എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് ആളുകൾക്ക് ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇവിടെ നിന്ന് ഇനി നമ്മൾ പോകുന്നത് റോസ്കോമണിൽ തന്നെയുള്ള അരിഗ്ന വാലി കാണാനാണ്. അരിഗ്ന വാലിയിലൊരു കോൾ മൈൻ ഉണ്ട്. ആ കോൾ മൈൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. എന്തായാലും പോകുന്ന വഴിക്ക് നല്ല മഴയുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാവുമെന്ന് അറിയില്ല. ഞാനിപ്പോൾ ഉള്ളത് കൗണ്ടി റോസ്കോമണിലെ അരിഗ്ന വാലിയിലാണ്. അരിഗ്ന വാലിയാണിത്. ഇവിടെ ഒരു കോൾ മൈനിങ് ഉണ്ടായിരുന്നു. അത് 1700-കളിൽ തുടങ്ങിയിട്ട് 1990-ൽ അത് അവസാനിപ്പിച്ചു. ആ കോൾ മൈനാണ് ഈ കാണുന്നത്. അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നമുക്ക് അതിനകത്തേക്ക് പോയിട്ട് നോക്കാം. ഇത് കോൾ മൈൻ്റെ എൻട്രൻസ് ആണിത്. ഇതിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അതിനകത്തേക്ക് പോകാനായിട്ട്. ഇവിടെയാണ് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ. ഈ റിസപ്ഷനോട് ചേർന്ന് തന്നെ ചെറിയൊരു മ്യൂസിയം ഒക്കെ ഉണ്ട്. അതായത് ഇവരുടെ പഴയകാലത്ത് ഈ മൈനിൽ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും ആ സ്റ്റൂളുകളൊക്കെ കാണിക്കുന്ന ഒരു മ്യൂസിയമാണിത്. അതുകൂടാതെ ഓഡിയോ വിഷ്വൽസൊക്കെ ഉണ്ട് ഇതിനകത്ത്. നമ്മളങ്ങനെ മൈനിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവരോടും ഹെൽമെറ്റൊക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ കോളിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. നമുക്കിവിടെ അരിഗ്ന മൈൻ എന്നുള്ള ബോർഡ് കാണാം. ഇതാണ് എൻട്രൻസ് അരിഗ്ന മൈനിൻ്റെ ഉള്ളിലേക്കുള്ളത്. 300 വർഷം പഴക്കമുള്ളൊരു മൈനാണിത്. ഇപ്പം മൈനിങ് ഒന്നുമില്ല, ഇപ്പം നിർത്തിവെച്ചിരിക്കുകയാണ്. നിർത്തിവെച്ചിട്ട് കുറേ കാലങ്ങളായി. ഇതിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇതൊരു വലിയൊരു ഗുഹയുടെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് തോന്നുന്നത്. ഇത് പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുള്ളതായിട്ട് കാണാം. ഇവരിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതനുസരിച്ച് ഭൂമിയുടെ ഉപരിതലം പല ലെയറുകളായിട്ടാണ് ഇരിക്കുന്നത്. അതിലെ 3-ാമത്തെയോ 4-ാമത്തെയോ ലെയറിലാണ് ഈ കോളുള്ളത്. ആ കോള് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ വളരെയധികം ബ്ലാസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ടാണ് ആ കോള് ഇളക്കിയെടുക്കുന്നതെന്നാണ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഇത് വലിയൊരു മലയാണ്. ഈ മല തുറന്നിട്ടാണ് ഇവർ ഈ കോള് ഖനനം ചെയ്തെടുക്കുന്നത്. ഇത് പുറത്തിപ്പോഴും വലിയൊരു മലയായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. നമ്മൾ പുറത്തുനിന്ന് നോക്കിയാൽ ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോഴേ ഈ ലോകമെമ്പാടും ഇത്തരത്തിലുള്ള ഖനികൾ എത്രമാത്രം ഉണ്ടാവും? ലക്ഷക്കണക്കിന് ഖനികൾ ഉണ്ടാകില്ലേ? അവിടെ മുഴുവനും വർഷങ്ങളായി ഇത്തരത്തിലുള്ള ഖനനം നടക്കുമ്പോൾ മനുഷ്യർ ഈ പ്രകൃതിയെ എത്രമാത്രം ചൂഷണം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ കാണുന്നത്. പല രാജ്യങ്ങളിലും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രകൃതി ദുരന്തങ്ങളുടെയൊക്കെ കാരണം ഇതൊക്കെ തന്നെയായിരിക്കും. കോൾ മൈൻ ചെയ്തിട്ട് പുറത്തേക്ക് എത്തിക്കാനുള്ളൊരു സംവിധാനമാണ്. ഇത് കണ്ടെയ്നറുകളിലാക്കിയിട്ട് ഈ റെയിലിലൂടെയാണ് ഇത് പുറത്തെത്തിക്കുന്നത്. അത് ഇപ്പോഴും ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് ഇത് പ്രദർശിപ്പിക്കുന്നുണ്ട്.
നമുക്കിവിടെ കാണാം മരത്തടികൾ കൊണ്ട് ഇങ്ങനെ തൂണ് കൊടുത്ത് നിർത്തിയിട്ടുള്ളത് കാണാം. അത് ഈ കോള് മൈൻ ചെയ്തെടുത്തിട്ടുള്ള ഭാഗങ്ങൾ ഇങ്ങനെ ഇടിഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ളതാണ്. സത്യത്തിൽ ഇതിലൂടെ യാത്ര ചെയ്യുന്നത് ചെറിയൊരു ഡേഞ്ചറസ് ആണ്. കോൾ മൈൻ്റെ ഉള്ളിലോട്ടുള്ള യാത്ര വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞു. ഇതിൻ്റെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ ഈ കോൾ മൈൻ്റെ പുറത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മൈൻ്റെ പുറത്തേക്ക് എത്തി. ഈ വാലി കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഒരിക്കൽ കൂടി ഞങ്ങൾ ഈ വാലിയും ക്യാമറയിൽ പകർത്തിക്കൊണ്ട് ഞങ്ങൾ റോസ്കോമൻ്റെ കാഴ്ചകളോട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും കാണാം മറ്റു നല്ല വീഡിയോയുമായിട്ട്. താങ്ക് യു.